നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സൊല്യൂഷൻ. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പഠിക്കേണ്ടതാണ് എന്താണ് മോൾ ഫ്രാക്ഷൻ. കൈ എന്ന് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കോമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇത് കോമ്പോണൻ്റ് റേഷ്യോ ഓഫ് മോൾസും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷനും അതിനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് കൈ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കോമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇനി നെക്സ്റ്റ് ടേമാണ് മൊളാരിറ്റി. ക്യാപിറ്റൽ എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഇൻ സൊല്യൂഷൻ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ആൻഡ് മൂന്നാമത്തെ ഇതാണ് മൊളാലിറ്റി. സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. അപ്പം ഇത് പഠിക്കണം, കാരണം ഇത് വെച്ചിട്ട് ഈ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മൊളാരിറ്റി. അതായത് മൊളാരിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് സോഡിയം സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ 450 ml സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് മൊളാരിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, WB/MB × 1000 ബൈ വോളിയം ഇൻ ലിറ്റർ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. WB നമുക്ക് എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. ആൻഡ് MB എന്ന് വെച്ചാൽ മോളിക്കുലാർ മാസ് ആണ്. മോളിക്കുലാർ മാസ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ 40 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു 1000. ആൻഡ് സൊല്യൂഷൻ എത്രയാണ്, ലിറ്റർ 450 ml ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു, മൊളാരിറ്റി കിട്ടുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെൻറീസ് ലോ. സ്റ്റേറ്റ് ഹെൻറീസ് ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണ്, ദി ലോ സ്റ്റേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദി സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. അതല്ലേ നമുക്ക് വേറെ എഴുതാം, ദി പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. അപ്പോൾ എന്താണ് പാർഷ്യൽ പ്രഷർ, എന്താണ് KH കൈയോട് പ്രൊപ്പോർഷണലാണ്. KH ഈസ് ദി ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് കൈ ഈസ് ദി മോൾ ഫ്രാക്ഷൻ. ആൻഡ് ഓൾസോ ചോദിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോസിൻ്റെ ആപ്ലിക്കേഷൻ? എ മെഡിക്കൽ കണ്ടീഷൻ നൗൺ ആസ് അനോൺസിയ ഇൻ പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഇൻ ദി മൗണ്ടനേഴ്സ് ഓർ ക്ലൈംബേഴ്സ് to increase the solubility of CO2 in the soft drink and soda water. The bottle is sealed at a high pressure. അപ്പോൾ വാട്ട് ഈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻ. നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ആപ്ലിക്കേഷൻ പഠിക്കുന്നത് ഹെൻറീസ് ലോയുടെ മാത്രമാണ്. അപ്പോൾ എന്തായാലും ചോദിക്കും ഹെൻറീസ് ലോ എന്താണെന്നും അതിൻ്റെ 2 ആപ്ലിക്കേഷൻ എഴുതാനായിട്ട്. ഇനി രണ്ടാമത്തെ ലോ ആണ് റൗൾസ് ലോ. എന്താണ് റൗൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളക്ടൈൽ ലിക്വിഡ് ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കോമ്പോണൻറ്റ് അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ സൊല്യൂഷൻ. അപ്പോൾ അതാണ് റൗൾസ് ലോ. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ, വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻസ് വെച്ചാൽ എന്താണ്, ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഒബേ റൗൾസ് ലോ ആർ കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ഇതുണ്ട്, ഡ്രോ വേപ്പർ പ്രഷർ പ്ലോട്ട് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനുള്ള വേപ്പർ പ്രഷർ പ്ലോട്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാണ് വേപ്പർ പ്രഷർ പ്ലോട്ട്. അപ്പോൾ എന്താണ്, ഇവിടെ കൈ B 1 ആകുമ്പോൾ കൈ A 0 ആയിരിക്കും, ഇവിടെ കൈ A 1 ആകുമ്പോൾ ഇവിടെ കൈ B 0 ആയിരിക്കും. വേപ്പർ പ്രഷർ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ആൻഡ് ഓൾസോ ഇവിടെ ഒരു മോൾ ഫ്രാക്ഷൻ ഇങ്ങോട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വരയ്ക്കുക. അപ്പോൾ എന്താണ് വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് ഡ്രോ അല്ലെങ്കിൽ എന്താണ് വേപ്പർ പ്രഷർ പ്ലോട്ട് വരയ്ക്കാനായിട്ടും ചോദിക്കും. ഹെൻറീസ് ലോ റൗൾസ് ലോ നമുക്ക് ഇങ്ങനെ ഉത്തരിക്കാം. ഹെൻറീസ് ലോ എന്ന് വെച്ചാൽ P പ്രൊപ്പോർഷണൽ ടു കൈ ആയിരിക്കും, P = ടു KH കൈ. റൗൾസ് ലോ എന്ന് വെച്ചാൽ PA പ്രൊപ്പോർഷണൽ ടു കൈ A, PH = ടു P0 കൈ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ട് ഇത് ഈ ഒരു ഫോർമുലയും കൂടി എഴുതണം കേട്ടോ. ഇനി അടുത്തൊരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഐഡിയൽ സൊല്യൂഷൻസ്. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? എന്താണ്, ഒബേ റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഇത് റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത് എന്താണ്, ഡെൽറ്റ V mix = 0, ഡെൽറ്റ H mix not equal to 0. എന്താണ് AA ഇൻട്രാക്ഷൻ, അതായത് സോൾവൻ ഇൻട്രാക്ഷൻ, BB ഇൻട്രാക്ഷൻ, സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആർ ഈക്വൽ ടു AB. അതായത് സോൾവൻറ്റ് ഇൻട്രാക്ഷനോടെ ഈക്വൽ ടു ആയിരിക്കും. ഇപ്പോൾ A BB
ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ എൻ ഹെക്സൈനും ആൻഡ് എൻ ഹെപ്റ്റൈനുമാണ്. ആൻഡ് അതിൻ്റെ പ്ലോട്ട് വരയ്ക്കാനായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ ചോദിക്കും, അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കും, ആൻഡ് അതിൻ്റെ പ്ലോട്ട് വരയ്ക്കാനും ചോദിക്കും. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒബേ റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓൾസോ ഈ ഒരു എന്താണ് എക്സാമ്പിൾ എഴുതി ഈ ഒരു പ്ലോട്ടും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതാണ് സ്റ്റേറ്റ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ആദ്യം. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ റൗൾസ് ലോനെ ഒബേ ചെയ്യുന്നവരായിരുന്നു. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡു നോട്ട് ഒബേ റൗൾസ് ലോ ഓവർ എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ എല്ലാം അതിൻ്റെ നേരെ തിരിച്ചു വരും. ഇപ്പോൾ ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0, എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ നോട്ട് ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ. എക്സാമ്പിളാണ് എത്തനോൾ ആൻഡ് വാട്ടർ, നിട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷനും അതിൻ്റെ പ്ലോട്ട് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു 2-3 വാക്ക് എഴുതാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ജസ്റ്റ് ഓർത്താൽ മതി. പോസിറ്റീവ് ഡീവിയേഷൻ എന്താണ്? ഇതിൻ്റെയൊക്കെ മേളിൽ കൂടെയാണ് പോകുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ എന്താണ്? ഇതിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അതുപോലെ എന്താണ് ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താണ്? പക്ഷേ ലെസ് ദാൻ ആയിരിക്കും. ഇവിടെ എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ ഗ്രേറ്റർ ദാൻ എ ബി ഇൻട്രാക്ഷൻ, പക്ഷേ ഇവിടെ എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം എന്തായാലും ചോദിക്കും ഡ്രോ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്താണ് പ്ലോട്ട് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷനും ഇങ്ങനെ ഒരു ചോദിക്കുക. അപ്പം നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ അസിയോട്രോപ്സ്. എന്താണ് അസിയോട്രോപ്സുകൾ? അസിയോട്രോപ്സ് ആർ ദി ബൈനറി മിക്സർ ഹാവിംഗ് സെയിം കമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ആൻഡ് ബോയിലിംഗ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിലിംഗ് ചെയ്യും. ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും എന്താണ്? സെയിം കമ്പോസിഷൻ ഓഫ് മിക്സർ ആയിരിക്കും. അതിനാണ് നമ്മൾ അസിയോട്രോപ്സുകൾ എന്ന് വിളിക്കുന്നത്. ദർ ആർ 2 ടൈപ്പ് ഓഫ് അസിയോട്രോപ്സുകളാണുള്ളത്. ഒന്നാമത്തെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. അതെന്താണ്? ഫോമഡ് ബൈ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോവിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് എന്ത് കാണിക്കുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. എക്സാമ്പിൾ 95% of ethanol and 5% of water. Second one, maximum boiling azeotropes formed by non-ideal solution showing negative deviation. ഇവിടെ എന്താണ്? പോസിറ്റീവ്. രണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഒരാൾ പോസിറ്റീവ് ഡീവിയേഷനും ഒരാൾ നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നു. എക്സാമ്പിൾ 68% of citric acid and 32% of water. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ അസിയോട്രോപ്സ് സ്റ്റേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസിയോട്രോപ്സ് ആൻഡ് 2 ടൈപ്പ് ഓഫ് അസിയോട്രോപ്സ്. ഇനി ഈ ചാപ്റ്ററിലെ ഇത്രയും പാർട്ടിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാവേ. സ്റ്റേറ്റ് ഹെൻറീസ് ലോ, റൈറ്റ് എനി വൺ ആപ്ലിക്കേഷൻ. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ, ഗീവ് 1 എക്സാമ്പിൾ. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? നമ്മൾ പറഞ്ഞാൽ ഒബേ റൗൾസ് ലോ ആണ്. അതിനൊരു എക്സാമ്പിൾ എഴുതുക. ഇനി സ്റ്റേറ്റ് റൗൾസ് ലോ. റൗൾസ് ലോ എന്താണെന്ന് എഴുതുക. ഗീവ് എൻ എക്സാമ്പിൾ ഫോർ സൊല്യൂഷൻ വെച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ വെച്ച് എക്സാമ്പിൾ എഴുതുക. ഡ്രോ എ പ്ലോട്ട് ഓഫ് വേപ്പർ pressure and mole fraction of an ideal solution at a constant temperature. And fourth question, define molarity. എന്ത് വേണേൽ ചോദിക്കാം? മൊളാരിറ്റി ഡിഫൈൻ ചെയ്യാൻ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഏത് വേണേൽ ചോദിക്കാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദി കോൺസെൻട്രേഷൻ ടേം ദറ്റ് വേരി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ വിത്ത് വേരി ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി. ഓക്കെ, അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മൊളാരിറ്റി. ഇനി ആറാമത്തെ, അക്വാട്ടിക് ഓർഗാനിസം ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ, വൈ. ഏഴാമത്തെ, വാട്ട് ഈസ് മെൻ ബൈ പോസിറ്റീവ് ഡീവിയേഷൻ ഓഫ് സൊല്യൂഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. എട്ടാമത്തെ, വാട്ട് ആർ അസിയോട്രോപ്സ്. ഒമ്പതാമത്തെയാണ്, മിക്സർ ഓഫ് 2 ലിക്വിഡ് എ ആൻഡ് ബി ഫ്രം ആൻ ഐഡിയൽ സൊല്യൂഷൻ, ഡ്രോ ദി വേപ്പർ പ്രഷർ കമ്പോസിഷൻ കർവ് ഫോർ ദിസ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു ഇത്രയും പാർട്ടിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഏതെങ്കിലും ഒരെണ്ണം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് പഠിക്കണം. എല്ലാം പഠിച്ച് പ്ലോട്ട് വരയ്ക്കാനായിട്ടും എല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ പരീക്ഷ എഴുതാനായിട്ട്.